guys, welcome to my new vlog. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ വ്ളോഗാണ്, ഒരു ഹോസ്റ്റൽ ഔട്ടിംഗ് വ്ളോഗ്. എൻ്റെ വ്ളോഗിൽ മിക്കതും എടുത്ത് നോക്കിയാൽ മിക്കത് ഈ ഒരു വ്ളോഗായിരിക്കും. ഞാനും സൂര്യയും പുറത്ത് പോകുന്ന വ്ളോഗ്. ഇപ്പോൾ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. 11 മണി ആയിട്ടുണ്ട് കറക്റ്റ്. ഇപ്പോഴാണ് പോകുന്നത്. 10 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്താൽ 10 മണിയായി ഒരുങ്ങാൻ തുടങ്ങിയപ്പം. അപ്പോൾ 11 മണിയായി. ഇനിയിപ്പോൾ പോയിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഇപ്പം ഞാൻ രണ്ടുപേരുടെയും ഒരു എന്താ പറയുക, ഒരു ബനിയം ടൈപ്പ് പോലെ വരുന്ന ഒരേ ഇതാണ്, മോഡലാണ്. അപ്പം ഞങ്ങൾ വിളിച്ച് സെയിം ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോട്ട് ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. നല്ല വെയിലാണല്ലോ. അങ്ങനെ ഇപ്പം നല്ല വെയിലായിരുന്നു, പക്ഷെ ഒരു മഴക്കോളം മൂടിയൊരവസ്ഥയായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷനിൽ പേരൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അന്നേരം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും സൂര്യ ഇറങ്ങിയത്. സൂര്യയാണ്. സൂര്യൻ്റെ ബാഗൊക്കെ ഇട്ട് വലിയ ചേച്ചിയായിട്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്നു. ഞാനിവിടെ മിക്കപ്പോഴും ഞാൻ വീട്ടിൽ പോകില്ല. അപ്പം ഞാൻ ഇവിടെയുള്ള സാറ്റർഡേ ഒക്കെ ഞങ്ങൾ മിക്കപ്പോഴും വെളിയിലിറങ്ങാറുണ്ട്. ആ ഒരു ദിവസം നല്ലൊരു ദിവസമാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, ഒടുക്കത്തെ വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. 4th സെം തുടങ്ങിയല്ലോ. അങ്ങനെ ബുക്കൊക്കെ വാങ്ങിക്കാൻ കയറി. അപ്പോഴത്തേക്കും യൂണിയൻ ഡേ വരുന്നുണ്ട് കോളേജിൽ. അപ്പോൾ അതിനുള്ള ഓർണമെൻറ്റ്സൊക്കെ അവൾ ജസ്റ്റ് നോക്കുമായിരുന്നു സൂര്യ. അപ്പം ഞാൻ 2 ആഴ്ചത്തോളമായി വീട്ടിൽ നിന്ന് വന്നിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ച് ഇനിയിപ്പോൾ എന്തായാലും ബ്രദറിൻ്റെ വെഡ്ഡിങ് വരുവാണല്ലോ. അപ്പം അന്ന് എന്തായാലും പോകുന്ന വെച്ചിട്ടാണ്. അപ്പം ഞാൻ 2 ആഴ്ചയായി വീട്ടിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ഞാൻ ശരിയും അവിടെ നിന്ന് ബുക്കൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്തു. ബുക്കും കുറച്ച് എന്തോ ബ്ലേഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബേക്കറിലോട്ട് പോയി. ഞങ്ങൾ സ്ഥിരം കയറുന്ന ബേക്കറി. അവിടെ നിന്ന് പോയി ഐസ്ക്രീം കഴിക്കാൻ. പക്ഷേ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പം ഞങ്ങൾക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ എന്തായാലും പോയി ഐസ്ക്രീം വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എടുത്ത് ഏത് വേണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ബട്ടർ സ്കോച്ച് എടുത്തു. അവൾ സ്ട്രോബെറിയും വാനിലയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം എടുത്തു. അത് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്കിലെ മറ്റേ സംഭവങ്ങളൊക്കെ വിതിരിട്ടുണ്ട്, സ്പ്രിങ്കിൾസോ അങ്ങനെ എന്തോ പറയുമല്ലോ, അങ്ങനെ എന്തോ സംഭവം അതാണെന്ന് തോന്നുന്നു. അത് കിളമ്പി അങ്ങനെ ഉണ്ടാകുന്ന ദിവസം സൂര്യ നല്ലതാണെന്ന് പറഞ്ഞു. അതവൾ എനിക്കും തന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ബട്ടർ സ്കോച്ച് എടുത്തു. ബട്ടർ സ്കോച്ചും ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതായിരുന്നു. ചോക്കോ ചിപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കുറച്ച് ഞങ്ങളവിടെ മിന്നിയും പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ കൈയൊക്കെ കൈയിട്ട് നമ്മുടെ ബേക്കറി ആയിട്ട് പപ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. പക്ഷേ പപ്സ് വേണ്ട, ഇത്തവണ വെറൈറ്റി മേടിക്കുക. എന്നും പപ്സല്ലേ വീഡിയോയിലും കൂടെ എന്നത് കാണുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും വെറൈറ്റി മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബിങ്കോയൊക്കെ നോക്കിയിട്ടോ. കുറേ ബിങ്കോയുടെ ഇതുണ്ടായിരുന്നു, വെറൈറ്റി സംഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ ഒരു പിങ്ക് തണ്ട്, ഈ ഒരു പിങ്ക് സോൾട്ടി ഒരു ഫ്ലേവർ, അത് നല്ല രസമായിരുന്നു. ഇത് നമ്മൾ 2 10 രൂപേൻ്റെ ബിസ്ക്കറ്റ് മേടിച്ച്, പിന്നെ അത് പക്ഷെ അത് ആരെടുത്തു. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും ബിങ്കോയും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് എല്ലാ കടയിലും ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് യൂണിയൻ ഡേ വരുന്നുണ്ട്, അവർക്ക് സാരി നോക്കാനൊരു കടയിൽ കയറി. അവിടെ ഞങ്ങൾ കുട മറന്ന് വെച്ചിട്ട് വന്നിട്ടോ. ഇപ്പോഴത്തെ ഞങ്ങൾ ബേക്കറി കയറിയപ്പോൾ അവിടെ ആൻറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ കുട മറന്ന് വെച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്. എന്നിട്ട് അവൾ അവിടെ കയറി ആ സ്റ്റൂളിൽ കുട വെച്ചിട്ടുണ്ട്, ഞാനാണ് അവിടെ വെച്ചത്. എന്നിട്ട് അവൾ പോയി അതെടുത്തു. അന്നതേ മടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റപ്പോൾ വൈകുന്നേരമായി. അപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ക്ലൈമറ്റ് അല്ലായിരുന്നു. പിന്നെ ഞാൻ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഇതെന്നെ ബാക്ക് കവറാണ് കേട്ടോ, ഞാൻ DIY ചെയ്തതാണ്. അങ്ങനെ ഞാൻ അവിടെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്കിനും ചായക്കുള്ള ബില്ലടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് മഴയുടെ ഇതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.